ജീവൻ നൽകിയിടും ജീവന്റെ അപ്പം നീ, ദാഹം തീർക്കും ജീവനദിയേ. വേറൊന്നിനാലും ഞാൻ തൃപ്തനാകില്ല, എൻ്റെ ദാഹം നിന്നിൽ തന്നെയാ. ജീവൻ നൽകിയിടും ജീവന്റെ അപ്പം നീ, ദാഹം തീർക്കും ജീവനദിയേ. നെസിക്കിരേ 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 സയ്യാ, നെസിക്കിരേ 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 സയ്യാ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് ദൈവം നമുക്ക് തരുന്ന ദൈവത്തിൻ്റെ ദൂത് മത്തായി സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേ ഉള്ളൂ. എൻ്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവൻ ചെരിപ്പ് ചുമക്കുവാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം ഏൽപ്പിക്കും. ആമേൻ. ഈ വചനത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കാൻ ദൈവം തന്ന ദൈവശബ്ദം ഇതാണ്: എൻ്റെ പിന്നാലെ എന്നെക്കാൾ ബലവാൻ വരുന്നു. അതിൻ്റെ അർത്ഥം ഞാൻ നിങ്ങൾക്ക് തരുന്ന ദൂത് ഇതാണ്: ഏറ്റവും നല്ലത് പിന്നാലെ വരുന്നുണ്ട്. ആമേൻ. ആമേൻ. നമ്മൾ പലപ്പോഴും ഓർക്കും ഇതാണ് ഏറ്റവും നല്ലത്, ഇതാണ് ഏറ്റവും നല്ലത്. അല്ല, ഏറ്റവും നല്ലത് വരുന്നതേ ഉള്ളൂ. പലരും പറയുന്നത് എൻ്റെ നല്ല കാലങ്ങൾ തീർന്നെന്നാണ്. പക്ഷെ ദൈവം നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ നല്ല കാലങ്ങളൊക്കെ വരുന്നതേ ഉള്ളൂ. ഈ ഭാഗം ശ്രദ്ധിച്ചാൽ യോഹന്നാൻ പറയുകയാണ്, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാൾ ബലവാൻ. ഞാൻ നിങ്ങൾക്ക് വെള്ളം കൊണ്ട് സ്നാനം ഏൽപ്പിക്കും, അവൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ സ്നാനം ഏൽപ്പിക്കും. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായത് ഇന്നലകളല്ല, ഏറ്റവും ശ്രേഷ്ഠമായത് ദൈവം നിങ്ങൾക്കായി നാളുകളിൽ ഒരുക്കി വെച്ചിരിക്കുക. വീഞ്ഞ് തീർന്നപ്പം അവിടുത്തെ ആ വ്യക്തി പറഞ്ഞത് ഇത്രയും നല്ലത് നീ മാറ്റി വെച്ചിരിക്കുക. അതെ, ദൈവം ഏറ്റവും നല്ലത് തരാൻ പോവുകയാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല കാലങ്ങൾ തീർന്നു, നല്ല സമയങ്ങൾ തീർന്നു, നല്ല അവസരങ്ങൾ തീർന്നു എന്നൊക്കെ പരിതപിക്കുന്നവരാണെങ്കിൽ ഇന്ന് ഈ വചനപ്രകാരം പറയണം, ഇല്ല, ഏറ്റവും നല്ലത് വരുന്നു. എന്താ തെളിവ്? വചനമാ തെളിവ്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ദൈവം ആദ്യം ആമേൻ അബ്രഹാമിനെ തന്നു, ഇസഹാക്കിനെ തന്നു, യാക്കോബിനെ തന്നു, എലിയാവിനെ തന്നു. ഇങ്ങനെ വന്നു അവസാനം എന്താ തന്നെ? ഏറ്റവും നല്ലത് തന്നു. യേശുവിനെ തന്നില്ലേ? പരിശുദ്ധാത്മാവിനെ തന്നില്ലേ? ഏറ്റവും നല്ലത് അവൻ നമുക്ക് തരികയാണ്, ശ്രേഷ്ഠമായത്. നിങ്ങളുടെ ലൈഫിലും നിങ്ങൾക്ക് കണ്ണുമടച്ച് ഈ ദൂതുകളെ വിശ്വസിക്കാം. നല്ലത് നിങ്ങൾക്ക് വരുന്നു. ആമേൻ. ഇന്നലകൾക്ക് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ദൈവം തരികയാണ്. മറ്റൊരു വാക്ക്, യേശുവാണ് ഏറ്റവും നല്ലത്. അതിനെ ദൈവം നിങ്ങൾക്ക് തരുന്നത്. പരിശുദ്ധാത്മാവാണ് ഏറ്റവും നല്ലത്. അതിനെ ദൈവം നിങ്ങൾക്ക് തരികയാണ്. ആമേൻ. ലോകത്തിൽ ലഭിക്കാമെന്ന് വെച്ച ഏറ്റവും വലിയ അനുഗ്രഹം എൻ്റെ പ്രിയപ്പെട്ടവരെ യേശുവാണ്. ലോകത്തിൽ ലഭിക്കാമെന്ന് വെച്ച ഏറ്റവും വലിയ അനുഗ്രഹം പരിശുദ്ധാത്മാവാണ്. ദൈവത്തിൻ്റെ കൃപയാൽ, മഹാകൃപയാൽ യേശുവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് തന്നെങ്കിൽ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? സന്തോഷത്തോടെയും പ്രതീക്ഷയോടെയും ജീവിക്കുക. യോഹന്നാൻ പറഞ്ഞ അതേ വാക്ക്, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാൾ ബലവാൻ. ഞാൻ വെള്ളം കൊണ്ട്, പക്ഷെ അവൻ പരിശുദ്ധാത്മാവുണ്ട്. ഏറ്റവും ശ്രേഷ്ഠമായത് വരികയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാലങ്ങൾ കഴിഞ്ഞു പോയെന്നൊന്നും ഓർക്കേണ്ട, കർത്താവ് തരുന്നു കേട്ടോ. പ്രായം കൂടുന്നതനുസരിച്ച് ബഹുമാനം കുറയുന്നു എന്നും ചിന്തിക്കുന്നു വേണ്ട. വേദപുസ്തകത്തിനകത്ത് പ്രായം ചെന്നവരുടെ അടുക്കിലേക്ക് ആൾക്കാർ ഓടി വരികയാണ്. കാരണം പക്വത, തികവ്, വിശുദ്ധി. അവരുടെ ഒരു വാക്കിന് വേണ്ടി സമൂഹം കാത്തിരിക്കുക. ഓരോ ടൈം കഴിയും തോറും നിങ്ങൾ സ്ഫടിക തുല്യമാകുകയാണ്. നിങ്ങൾ ഒത്തിരി ഷാർപ്പാകുകയാണ്, ഒത്തിരി മനോഹരമാകുകയാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വ്യക്തമാകുകയാണ്. യെസ്, പ്രായം ചെന്നവരെ, പിതാക്കന്മാരെ, മാതാക്കളെ, ധൈര്യമായിരിക്കുക.
നല്ലത് കാണാൻ നിങ്ങളുടെ കണ്ണുകൾക്ക് കർത്താവ് കാഴ്ചയും ശക്തിയും തരും. ശിമയോനെ പോലെ ഏറ്റവും നല്ലത് നിങ്ങൾ എടുക്കാൻ പോവുകയാണ്. യെസ്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. യേശുവിൻ നൽകിയ നല്ല വചനത്തിനായി നന്ദി പറയുന്നു. കർത്താവ് ഞങ്ങൾക്ക് ഏറ്റവും നല്ലത് അങ്ങ് ഒരുക്കി വെച്ചേക്കാൽ സ്തോത്രം ചെയ്യും. കർത്താവ് ഞങ്ങളുടെ ഇന്നലകളെക്കാൾ ഞങ്ങളുടെ നാളുകൾ ഏറ്റവും മനോഹരമാക്കുന്നതിന് നന്ദി പറയും. പരിശുദ്ധാത്മാവ് ഞങ്ങൾക്കായി ശ്രേഷ്ഠകരമായ ചില വഴികൾ അങ്ങ് തുറന്നതിന് സ്തോത്രം ചെയ്യുന്നു. ഈ വചനം കേൾക്കുന്ന വ്യക്തിയിൽ, അവരുടെ കുടുംബത്തിൽ പരിശുദ്ധാത്മാവ് ഏറ്റവും ശ്രേഷ്ഠകരമായ മാന്യകരമായ കാര്യങ്ങൾ സംഭവിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്ന ദിവസം അവർക്ക് ഏറ്റവും ശ്രേഷ്ഠകരമായ മാർഗത്തിലൂടെ അങ്ങ് കൊണ്ടുപോകണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ഇവർക്ക് ഏറ്റവും നല്ല നാളുകളും ഏറ്റവും നല്ല നന്മകളും നേരുന്നു. നിന്റെ സംവത്സരങ്ങളെ നന്മ കൊണ്ട് അലങ്കരിക്കുമെന്ന് പറഞ്ഞ ദൈവമേ, എല്ലാം തീർന്നു എന്ന് പറഞ്ഞെടുത്തെന്ന് അവർ ചാടി എഴുന്നേൽക്കട്ടെ. യെസ്, യാക്കോബിൻ്റെ ലൈഫിൽ ഏറ്റവും നല്ലൊരു കാലഘട്ടം, സൂപ്പർ നാച്ചുറൽ കാലഘട്ടം തുറന്നതുപോലെ ഏറ്റവും നല്ലത് ഇവരുടെ പിന്നാലെ വരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും. നല്ലത് വരട്ടെ കർത്താവെ. പ്രതീക്ഷയോടെ ഇന്നത്തെ ദിവസം തുടങ്ങട്ടെ. ആരൊക്കെയോ പറഞ്ഞ നിരാശയുടെ വാക്കുകൾ, തകർച്ച വരും, വീഴ്ചകൾ വരും, മരണം വരും, അപകടം വരും, അത് യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. ഇല്ല, നന്മ വരും, ഉയർച്ച വരും, മഹത്വകരമായത് വരും, തേജസ്സുള്ളത് വരും, ഘനമേറിയത് വരും, നിലനിൽക്കുന്നത് വരും. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ മേൽ വരട്ടെ. നല്ലത് അനുഗ്രഹിക്കുന്നു കർത്താവെ. സൗഖ്യമാക്കി പ്രാർത്ഥിക്കുന്നു, ആരോഗ്യം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഈ പ്രിയപ്പെട്ടവർ വാഗ്ദത്തം എടുക്കാനുള്ളവരാണ്, അതുകൊണ്ട് ബലം ഉണ്ടാകട്ടെ. അനുഗ്രഹം ചുമക്കാനുള്ളവരാണ്, കാലുകൾക്ക് ശക്തി ഉണ്ടാകട്ടെ. അവർ എഴുന്നേൽക്കട്ടെ. കിടക്കയിൽ നിന്ന് അധികാരത്തോടെ പ്രാർത്ഥിക്കുന്നു. സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ നിൽക്കട്ടെ. മക്കളുടെ നന്മകൾ അവർ കാണാനുള്ളതാ, എടുക്കാനുള്ളതാ. ആമേൻ. ചില കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന് ഇവർ ആരോഗ്യത്തോടെ നിൽക്കാനുള്ളതാണ്. യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കട്ടെ. കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന്, അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ശക്തിയോടെ തീരുമാനങ്ങൾ പറയാനുള്ളതാണ്. അതുകൊണ്ട് എഴുന്നേൽക്കട്ടെ, അവർ ആരോഗ്യം പ്രാപിക്കട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ. നല്ല ദിനങ്ങൾ വരുന്നു. ശലോം. ഗോഡ് ബ്ലെസ് യു. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും, ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.